ബാക്ക്ലാഷ് 2024 മാച്ച് കാർഡ് പ്രഡിക്ഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരേക്കും 5 മാച്ചാണ് ബാക്ക്ലാഷിൽ ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുള്ളത്. ഇതിൽ ആരൊക്കെയാണ് വിൻ ചെയ്യാൻ ചാൻസ് ഉള്ളത് അതിനെപ്പറ്റി നോക്കാം. ഞാൻ പറയുന്ന എല്ലാ പ്രഡിക്ഷൻസും കറക്റ്റ് ആകണം എന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രഡിക്ഷൻസും കമൻറ്റ് ചെയ്യാം. ഇനി ബാക്ക്ലാഷ് പേപ്പർ വ്യൂ എല്ലാ ഷോയും കാണുന്നത് പോലെ രാവിലെ 5:30 ലൈവായി ടെലികാസ്റ്റ് ചെയ്യുക. ഈ വരുന്ന ശനിയാഴ്ച, അതായത് മെയ് 4-ാം തീയതി രാത്രി 9:30 മുതലാണ് WWE ബാക്ക്ലാഷ് നടക്കാൻ പോകുന്നത്. അപ്പോൾ സോണി 10 അവർ സെറ്റ് ചെയ്യുന്ന കിക്ക് ഓഫ് ആയിരിക്കും. 10:30 മെയിൻ ഷോ തുടങ്ങുക. നിങ്ങൾക്ക് WWE കിക്ക് ഓഫ് കാണണമെങ്കിൽ അവരുടെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ മതി. അപ്പോൾ ജസ്റ്റ് ഒന്ന് 9:30 വെച്ച് നോക്കുക. ഇല്ല എങ്കിൽ 10:30 മെയിൻ ഷോ. അതിൻ്റെ ഫോട്ടോയും ഞാൻ ഇവിടെ കാണിക്കാം. പിന്നെ ഞാൻ പറയുന്ന ഓർഡറിലല്ല മാച്ച് നടക്കുക. നമ്മൾ മെയിൻ ആയിട്ടുള്ള മാച്ച് അവസാനം പറയുന്നേ എന്നുള്ളൂ. നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്ന മാച്ച് വുമൺസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. ഈ മാച്ച് നടക്കാൻ പോകുന്നത് വുമൺസ് ടാഗ് ടീം ചാമ്പ്യൻസായ ആസ്ക ആൻഡ് കൈരി സൈൻ വേഴ്സസ് ജേഡ് കാർഗിൽ ആൻഡ് ബിയങ്ക ബെല്ലർ. ഇവർക്കാണ് ഈ ഒരു ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ച് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മാച്ചിൽ ആർക്കാണ് വിജയസാധ്യത കൂടുതൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ മാച്ചിൽ ബിയങ്ക ബെല്ലർ, ജേഡ് കാർഗിൽ ഇവർ വിൻ ചെയ്യാനാണ് ചാൻസ് ഉള്ളത്. അതുപോലെ തന്നെ ജേഡ് കാർഗിൽ വേഴ്സസ് ബിയങ്ക ബെല്ലർ ഇവർക്കൊരു മാച്ച് WWEക്ക് സെറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ഈ മാച്ച് ശരിക്കും റസൽമേനിയ 40 നടക്കേണ്ടതായിരുന്നു. അത് ഒഴിവാക്കിയിട്ടാണ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുടെ മാച്ച് വെക്കാൻ വേണ്ടിയിട്ടും ഇവർ ഇപ്പോൾ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുന്നത് പോലെ കാണിച്ചേക്കാം. അപ്പോൾ ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ ബിയങ്ക ബെല്ലർ ആൻഡ് ജേഡ് കാർഗിൽ ഇവരാണ്. രണ്ടാമത്തെ മാച്ച് ടാഗ് ടീം മാച്ചാണ്. റാൻഡി ഓട്ടൻ ആൻഡ് കെവിൻ ഓവൻ വേഴ്സസ് ടോമോട്ടോങ്ക ആൻഡ് സോളോ സിക്കാവ. ഇവർക്കാണ് ഈ ഒരു ടാഗ് ടീം മാച്ച് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ടാഗ് ടീം മാച്ചിൽ ആർക്കാണ് വിജയസാധ്യത കൂടുതൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ മാച്ചിൽ പുതിയ ബ്ലഡ് ലൈൻ, അതായത് ടോമോട്ടോങ്ക, സോളോ സിക്കാവ ഇവർക്കാണ് വിജയസാധ്യത കൂടുതൽ. കാരണം ഈ ടീം ഇപ്പോഴാണ് ഒന്ന് സെറ്റാക്കി മുന്നോട്ട് കൊണ്ടുവരുന്നത്. ആദ്യത്തെ ഷോയിൽ തന്നെ തോറ്റു കഴിഞ്ഞാൽ അതൊട്ടും ശരിയാവില്ല. അപ്പോൾ ഈ മാച്ചിൽ ക്ലീൻ റിസൾട്ട് കിട്ടുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ക്ലീൻ റിസൾട്ട് ഈ മാച്ചിൽ കിട്ടാൻ ചാൻസ് വളരെയധികം കുറവാണ്. അതായത് ഇവരുടെ ടീമിൽ ഒരു പുതിയ മെമ്പർ വരുന്നത് പോലെ കാണിച്ചേക്കാം. അത് ചിലപ്പോൾ ജേക്കബ് ഫോർട്ടോ ആയിരിക്കാം ബ്ലഡ് ലൈനിൽ ജോയിൻ ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം ഇവർ വിൻ ചെയ്യുന്നത് പോലെ കാണിച്ചേക്കാം. അല്ലെങ്കിൽ ഈ മാച്ചിൻ്റെ അവസാനത്തിൽ ജേക്കബ് ഫോർട്ടോ വന്നുകൊണ്ട് ഈ മാച്ചിൽ ആരും വിൻ ചെയ്യാത്തത് പോലെ കെവിൻ ഓവൻസ് ആൻഡ് റാൻഡി ഓട്ടൻ ഇവരെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യമാണ് ഈ മാച്ചിൽ സംഭവിക്കാൻ ചാൻസ് ഉള്ളത്. അടുത്ത മാച്ച് വുമൺസ് ചാമ്പ്യൻഷിപ്പ് ട്രിപ്പിൾ ത്രെഡ് മാച്ച്. വുമൺസ് ചാമ്പ്യനായ ബെയ്ലി, ടിഫാനി സ്ട്രാറ്റൻ, നയോമി ഇവർക്കാണ് ഈ മാച്ച് നടക്കാൻ പോകുന്നത് ട്രിപ്പിൾ ത്രെഡ് ആയിട്ട്. അപ്പോൾ ഈ മാച്ചിൽ ആർക്കാണ് വിജയസാധ്യത കൂടുതൽ എന്ന് ചോദിച്ചാൽ ഈ മാച്ചിൽ തീർച്ചയായിട്ടും ബെയ്ലി തന്നെയാണ് സ്റ്റിൽ ചാമ്പ്യനായി മുന്നോട്ട് പോവുക. അതുകൊണ്ട് ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ ബെയ്ലി. ഈ മാച്ചിനെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. മാച്ച് നല്ലൊരു മാച്ച് ആകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും നോക്കാം. അടുത്ത മാച്ച് WWE വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. ഈ മാച്ച് നടക്കാൻ പോകുന്നത് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഡാമിയൻ പ്രീസ്റ്റ് വേഴ്സസ് മെയിൻ ഇവന്റ് ജെയ് യുസോ. ഇവർക്കാണ് ഈ മാച്ച് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മാച്ചിൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഡാമിയൻ പ്രീസ്റ്റിനാണ് വിജയസാധ്യത കൂടുതൽ എന്ന്. അപ്പോൾ അതുപോലെ തന്നെയാണ് എൻ്റെയും പ്രൊഡിക്ഷൻ. അതായത് ഡാമിയൻ പ്രീസ്റ്റ് ഈ മാച്ചിൽ വിൻ ചെയ്യും. പക്ഷേ ഈ മാച്ച് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ജഡ്ജ്മെൻ്റ് ഡേ ടീം വന്ന് ഡാമിയൻ പ്രീസ്റ്റിനെ ഹെൽപ്പ് ചെയ്യുന്നത് പോലെയും ഡാമിയൻ പ്രീസ്റ്റിനെ അത് ഇഷ്ടപ്പെടാതെ ഇവരുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതായത് ഡാമിയൻ പ്രീസ്റ്റിനെ ഇപ്പോൾ കാണിക്കുന്നത് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തതുകൊണ്ട് ഇവരുടെ ആരുടെയും സഹായമില്ലാതെ തനിക്ക് ജയിക്കാൻ സാധിക്കും എന്ന ലെവലിലാണ് ഡാമിയൻ പ്രീസ്റ്റിനെ ഇപ്പോൾ കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഡാമിയൻ പ്രീസ്റ്റ് അവരോട് ദേഷ്യപ്പെടുന്നത്. അതുകൊണ്ട് ജഡ്ജ്മെൻ്റ് ഡേ ടീമിൻ്റെ പണി ഇപ്പോൾ ഏകദേശം തീർന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഴുവനായിട്ടും തീരാണെങ്കിൽ ജെയ് യുസോയ്ക്ക് ഒരു 10% ചാൻസ് ഉണ്ട് വിൻ ചെയ്യാനായിട്ട്. പക്ഷേ എൻ്റെ പ്രൊഡിക്ഷൻ ഡാമിയൻ പ്രീസ്റ്റ് ആണ്. എന്തായാലും നിങ്ങളുടെ പ്രൊഡിക്ഷൻ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ മാച്ച് ചിലപ്പോൾ ഓപ്പണിങ്ങിൽ നടക്കാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം മെയിൻ ഇവന്റ് മാച്ചായി അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻ കോഡി റോഡ്സ് വേഴ്സസ് AJ സ്റ്റൈൽസ്. ഇവർക്ക് തമ്മിലുള്ള അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പ് മാച്ചാണ് നടക്കാൻ പോകുന്നത്. ഈ മാച്ച് ഒരു സാധാരണ മാച്ചല്ല, അതായത് സ്റ്റിപ്പുലേഷൻ അല്ല ഉദ്ദേശിച്ചത്. ഇവർക്ക് തമ്മിലുള്ള ഡ്രീം മാച്ചാണ് ഇത്. ഈ മാച്ചിൽ എങ്ങനെ പോയാലും കോഡി റോഡ്സ് തന്നെയാണ് സ്റ്റിൽ ചാമ്പ്യൻ ആവുക എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ മാച്ചിൽ വേറെ ലെവൽ പെർഫോമൻസ് ഇവർ രണ്ടുപേരും ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതൊരു വേറെ ലെവൽ മാച്ച് ആകുമെന്നാണ് വിചാരിക്കുന്നത്. അതായത് WWE ഒരു ടൈം ലിമിറ്റ് സെറ്റ് ചെയ്യാതെ ഇവരെ ഫ്രീ ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ വിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് 5 സ്റ്റാർ മാച്ചായി മാറാൻ ചാൻസ് ഉണ്ട്.
ഞാൻ പറഞ്ഞതുപോലെ 10 മിനിറ്റ് 15 മിനിറ്റ് ഇങ്ങനെ ടൈം സെറ്റ് ചെയ്യാതെ മാച്ച് ചെയ്യാനായിട്ട് വിടണം. ഇങ്ങനെ പറയാനുള്ള കാരണം ഇവർ രണ്ടുപേരും വേറെ ലെവലായി പെർഫോമൻസ് ചെയ്യുന്ന റെസ്ലേഴ്സ് ആണ്. എന്തായാലും നമുക്ക് നോക്കാം. AJ സ്റ്റൈൽ കോഡി റോഡ്സ് ഇവരുടെ ഡ്രീം മാച്ച് വേറെ ലെവലാകുമോ അല്ലെങ്കിൽ 5 സ്റ്റാർ നേടുമോ എന്നൊക്കെ. അപ്പോൾ ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ കോഡി റോഡ്സ് വിൻ ചെയ്ത് സ്റ്റിൽ ചാമ്പ്യൻ ആകും. അപ്പോൾ ഇതൊക്കെയാണ് ബാക്ക്ലാഷ് 2024 നടക്കാൻ പോകുന്നത്. ഇനി ചിലപ്പോൾ സ്മാക്ക് ഡൗണിൽ എന്തെങ്കിലും മാച്ച് ആഡ് ചെയ്യുമോ എന്നറിയില്ല. അപ്പോൾ മൊത്തം 5 മാച്ച് ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു റൂമർ എല്ലാം വരുന്നുണ്ട്. അതായത് അങ്കിൾ ഹൗഡിയുടെ സർപ്രൈസ് റിട്ടേൺ ഈ വരുന്ന ബാക്ക്ലാഷിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട്. അതായത് ബ്രേ വൈറ്റ് എങ്ങനെയാണോ എക്സ്ട്രീം റൂൾസിൽ ഷോ കഴിഞ്ഞതിന് ശേഷം വന്നത്, അതേപോലെ അങ്കിൾ ഹൗഡി വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അമിത പ്രതീക്ഷ വെച്ച് കാണരുത്. ഇത്തരത്തിൽ ഒരു റൂമർ ഉണ്ട്, അത് പറഞ്ഞു എന്ന് മാത്രം.